ചിട്ടയായിട്ടുള്ളൊരു പഠനം ഇല്ലെങ്കിൽ ശരിക്ക് നമുക്ക് ജോലിയിൽ കയറാൻ കഴിയില്ല. എത്രയോ കാലമായിട്ട് സത്യത്തിൽ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും ജോലിയിൽ കയറാൻ കഴിയില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന് ജോയിൻ ചെയ്തപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് പല തടസ്സങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനു മുന്നേ എക്സാം എഴുതിയപ്പോൾ ഞാൻ ഇത് വെച്ച് നിർത്തിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എക്സാമിന് ഈ LPP നീ പോകണ്ട, നിങ്ങൾക്ക് കിട്ടില്ല. എവിടെയൊക്കെയോ തൊട്ട് വായിച്ച് അങ്ങനെ അങ്ങനെ പഠിച്ചുകൊണ്ട് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ബാക്കി കുട്ടികളുടെ കൂടെ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവരുടെ ലെവൽ അറിയാം നമുക്ക്. അപ്പം നമുക്കൊരു ഒരു മോട്ടിവേഷൻ മാത്രമല്ല, അവരുടെ ഒപ്പം എത്താൻ വേണ്ടി നമ്മളൊരു പരിശ്രമം കൂടി ഉണ്ടാവുന്നുണ്ട്. എൻ്റെ പേര് രമ്യ. ഞാൻ ചൊവ്വാന സ്കൂളിലെ ടീച്ചറാണിപ്പം. മുന്നതിൽ എയ്സിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. 2019 നോട്ടിഫിക്കേഷൻ വന്നത്. അന്ന് പഠിച്ചിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. ഒരു സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. അതിന് മുന്നേ ഞാൻ എയ്സിൽ പഠിച്ചൊരു വിദ്യാർത്ഥി തന്നെയായിരുന്നു. 2015-2016 ഞാൻ ഇവിടെയല്ല, മലപ്പുറം എയ്സിലായിരുന്നു അന്ന് ജോയിൻ ചെയ്തിരുന്നത്. പക്ഷേ എന്തോ കുറേ കാലം കഴിഞ്ഞിട്ടാണ് എക്സാം വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പകുതിക്ക് വെച്ച് എൻ്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ നിർത്തി. പക്ഷേ എന്നും എനിക്കൊരു ജോലി എന്ന് പറയുന്നത് വളരെയധികം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോഴും ഞാൻ ജോലി ഉപേക്ഷിച്ചാലും ഞാൻ ഡെയിലി വേജ് ആയിട്ടും പല പ്രൈവറ്റ് സ്കൂളിലും വർക്ക് ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയിൽ എക്സാം തലേന്നൊക്കെ പോയിട്ടായിരുന്നു ഞാൻ എക്സാമുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു, PSC എക്സാമുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഈ 2019 സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. ഒരു 2 മാസം മാത്രമേ എനിക്ക് ഇവിടെ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും കൊറോണ വന്നു, ലോക്ക്ഡൗൺ ആയി. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു മോട്ടിവേഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ തുടർന്നും ഈ ഒരു ജോലിയിൽ ഞാൻ ഇപ്പം നിൽക്കുന്നത്. കാരണം ഇവിടെ വരുമ്പോൾ ഞാൻ കമ്പൈൻ സ്റ്റഡിക്കൊക്കെ വരാറുണ്ടായിരുന്നു. എൻ്റെ ഒരു 2 ഫ്രണ്ട്സും കൂടെ ഉണ്ടാവാറുണ്ട്. അവരും ചേർന്നിട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം വളരെയധികം എനിക്ക് ഒരു മോട്ടിവേഷൻ മാത്രമല്ല, ഒരു എനിക്ക് തുടർന്നും ഒരു ജോലി എന്ന ഒരു ലക്ഷ്യം കൂടി ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ലോക്ക്ഡൗൺ വന്നത്. ലോക്ക്ഡൗൺ വന്നപ്പോൾ എനിക്ക് എല്ലാവരും തിരിയുന്ന പോലെ ഞാനും എൻ്റെ ഓരോ ആക്ടിവിറ്റീസിലേക്ക് നീങ്ങി. ഒന്ന് കുക്കിംഗ്, അല്ലെങ്കിൽ ചെടി പിടിപ്പിക്കുക, അങ്ങനെ ഓരോ ആക്ടിവിറ്റീസിലേക്ക് ഞാൻ നീങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം എക്സാം അടുത്തപ്പം ഒരു നോട്ടിഫിക്കേഷൻ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, എക്സാം വന്നിട്ടുണ്ട്, നമുക്കിനി പഠിച്ചേ പറ്റുള്ളൂ. അപ്പോഴും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എയ്സ് തരുമായിരുന്നു, ക്ലാസ്സുകളൊക്കെ എഴുതിയെടുക്കും. അതിനുവേണ്ടി കാര്യമായിട്ട് പഠിക്കാറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് ലോക്ക്ഡൗൺ. എനിക്ക് അതിനോടുള്ളൊരു, അതായത് ഞാൻ പഠിച്ചു വന്നത് ഈ ഒരു നമ്മളിതൊരു ആ സമയത്ത് ആരും തന്നെ ഈ ഓൺലൈനിനോട് കൂടുതൽ ആശ്രയിക്കാത്തൊരു കാലമായിരുന്നു. നമ്മൾ ഓൺലൈൻ പഠനം, കുട്ടികളാണെങ്കിൽ പോലും ഈ ഓൺലൈൻ ഇതിനോട് തീരെ കുട്ടികളാണെങ്കിൽ പോലും അതിൽ ഇരിക്കാറില്ല. അതേപോലെ തന്നെയായിരുന്നു ഞാനും. നോട്ട്സൊക്കെ ഒന്ന് എഴുതിയെടുക്കും, പഠിത്തമൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ, നമുക്ക് ജോലി വാങ്ങണ്ടേ. അപ്പോൾ ഞങ്ങളങ്ങനെ കമ്പൈൻ സ്റ്റഡിക്ക് സ്റ്റാർട്ട് ചെയ്തു. ചിട്ടയായിട്ടുള്ളൊരു പഠനം ഇല്ലെങ്കിൽ ശരിക്ക് നമുക്ക് ജോലിയിൽ കയറാൻ കഴിയില്ല. എത്രയോ കാലമായിട്ട് സത്യത്തിൽ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും ജോലിയിൽ കയറാൻ കഴിയില്ല. സിലബസ് അനുസരിച്ച് ഏതൊക്കെ പോയിൻറ്റ്സുകൾ കവർ ചെയ്യണം, അങ്ങനെ എല്ലാം കവർ ചെയ്ത് മാത്രമേ നമുക്ക് അങ്ങനെ കഴിയുള്ളൂ. 2, 3, 4 പ്രാവശ്യം റിവിഷൻ ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിച്ചൊരു ഇതിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. കൂടാതെ എക്സാംസുകളും എഴുതാൻ തുടങ്ങി. അങ്ങനെ എയ്സ് തരുന്ന ഓരോ മെറ്റീരിയൽസും അതിൻ്റെ കൂടെ എക്സാമുകളും
പലതും എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ സൈക്കോളജി മാഷ മുസ്തഫ സാറ് തന്ന ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തു. അങ്ങനെ കുറേ ഈസുകാർ തന്ന മിക്കവാറും ക്ലാസ് കേൾക്കുമായിരുന്നു. കൂടെ തന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ പഠനവും മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ പിന്നെ യു പി എക്സാം വന്നു. യു പി എക്സാമിന് ചെറിയ മാർക്കോട് കൂടി എനിക്ക് അതിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. പക്ഷേ അപ്പോഴും ഞാൻ വിചാരിച്ചു എൽ പി എക്സാമിൽ ഞാൻ പിന്നെ പ്രശ്നങ്ങളൊക്കെ നികത്തും. പൂർണ്ണ ധൈര്യത്തോടു കൂടി തന്നെയാണ് ഞാൻ എൽ പി എക്സാം എഴുതിയത്. അപ്പം എനിക്കുണ്ടായ പോരായ്മകളും ഒക്കെ ഞാൻ ആ എൽ പി എക്സാമിൽ നികത്തി. ഞാൻ പിന്നെ ഫോണിലൂടെയൊക്കെ കമ്മ്യൂണിറ്റി സ്റ്റഡി അങ്ങനെ ഫോൺ വിളിച്ചിട്ടൊക്കെ പഠിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വിനീത, അവളും ഇവിടെ തന്നെയാണ് പഠിച്ചത്. ഞാനും അവളും ഒരേ രീതിയിലായിരുന്നു പഠനം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇന്ന ടോപ്പിക്ക് ഞാൻ പറയും പഠിക്കണം, അപ്പോൾ അവളും പഠിക്കും. അങ്ങനെ രണ്ടാളും ഓരോ ടോപ്പിക്കുകളും ഒരേപോലെ പഠിച്ചു കൊണ്ടുപോയി. ഇപ്പം ഞാൻ ഇന്ന വിഷയം പഠിക്കുകയാണെങ്കിൽ അവളും അത് തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ എനിക്ക് അന്നത്തെ PSCയിൽ 58 മാർക്കാണ് എനിക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. അവളാണെങ്കിൽ 54 മാർക്കും. ഏകദേശം ഒരേ മാർക്കോട് കൂടി ഞങ്ങൾ രണ്ടുപേരും, അതേപോലെ ഏസിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സൗമ്യം, ഞങ്ങൾ 3 പേരും ഒന്നിച്ചായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ സൗമ്യയ്ക്ക് യു പി എക്സാം കിട്ടിയില്ല. അവൾക്ക് LP ഇല്ലാത്തതുകൊണ്ട് LP എക്സാം അവൾക്ക് എഴുതാൻ സാധിച്ചില്ല. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും LP എക്സാം എഴുതാൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും LP എക്സാം പാസ്സാവുകയും രണ്ടുപേരും ഇപ്പോൾ ജോലി കയറുകയും ചെയ്തു. എയ്സ് എന്ന് പറയുന്നത് നമുക്ക് തരുന്നൊരു മോട്ടിവേഷനാണ്. ഒരു മോട്ടിവേഷൻ ഇല്ലാതെ നമുക്ക് എവിടെയും എത്താൻ കഴിയില്ല. ഞാൻ കുറേ വീട്ടിലിരുന്ന് പഠിച്ച ഒരാളും കൂടിയാണ്. അപ്പം വെറുതെ എവിടെയൊക്കെയോ തൊട്ട് വായിച്ച് അങ്ങനെ പഠിച്ചുകൊണ്ട് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ബാക്കി കുട്ടികളുടെ കൂടെ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവരുടെ ലെവൽ അറിയാം നമുക്ക്. അപ്പം നമുക്കൊരു ഒരു മോട്ടിവേഷൻ മാത്രമല്ല, അവരുടെ ഒപ്പം എത്താൻ വേണ്ടി നമ്മളൊരു പരിശ്രമം കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവർക്കും പിന്നെ അങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി ഒരു ജോലി കിട്ടിയ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. അപ്പോൾ ഈസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ജോലി കിട്ടാൻ എയ്സിൽ വന്ന് പഠിച്ചാൽ ആരും തിരിച്ചു പോകേണ്ടി വരില്ല. കാരണം ഒരു ജോലിയോട് കൂടി മാത്രമേ തിരിച്ചു പോകുള്ളൂ. ഒരു ഇതിലാണ് ഞാനും വന്ന് രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന് ജോയിൻ ചെയ്തപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന് മുന്നേ എക്സാം എഴുതിയപ്പോൾ ഞാൻ ഇത് വെച്ച് നിർത്തിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എക്സാമിന് ഈ LPP നീ പോകണ്ട, നിങ്ങൾക്ക് കിട്ടില്ല. എങ്കിൽ കൂടി എനിക്ക് എല്ലാ സപ്പോർട്ടുകളും തന്നിട്ടുണ്ടായിരുന്നു. വാക്കുകൾ മാത്രം അങ്ങനെ പറയുന്നതാണ്. പക്ഷേ ഇങ്ങോട്ട് വരുന്നതിനും അപ്പം എനിക്ക് കുറച്ചും കൂടി വാശി കൂടുതലായിരുന്നു. എങ്ങനെയെങ്കിലും ഞാൻ ഈ എക്സാം എഴുതിയെടുക്കും, എനിക്കിത് വേണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി തീവ്രമായി പഠിക്കുകയും ഇതിൽ എത്തിച്ചേരാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു.